ഹായ് നമസ്കാരം. ജെയിംസ് ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മോഹൻലാൽ എന്ന് പറയുന്ന മലയാള സിനിമയുടെ അഭിമാനം, ആ ഒരു അത്ഭുതം, ആ ഒരു നടന വൈഭവം എന്നൊക്കെ നമുക്ക് പറയാം. അദ്ദേഹത്തിന് പലവട്ടം പലതരത്തിൽ പല ആളുകളും ചവിട്ടി താത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു നടനെ പലപ്പോഴും താഴ്ത്തി കെട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സിനിമാ പ്രേമി എന്ന രീതിയിൽ, അല്ലെങ്കിൽ ആരുമായിക്കൊള്ളട്ടെ, നമ്മുടെ ഹൃദയത്തിൽ കൈവച്ചൊരിക്കലും ലാലേട്ടൻ എന്ന് പറയുന്ന ആ ഒരു അഭിനേതാവിനെ നമുക്ക് തരം താഴ്ത്തി കാണിക്കാൻ കഴിയില്ല. കാരണം ആരൊക്കെ എപ്പോഴൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിലെ അഭിനയം എന്ന് പറയുന്ന ആ ഒരു കഴിവ് അത് പെർഫെക്റ്റ് ആണ്. ആ കാര്യത്തിൽ പുള്ളിക്കാരൻ വളരെ പെർഫെക്റ്റ് ആണ്, ഒരുപാട് മുകളിലാണ്. പക്ഷെ ഇപ്പോ കൂടെ സഞ്ചരിച്ചിരുന്ന, അല്ലെങ്കിൽ തോളോട് തോൾ ഉണ്ടായിരുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന മറ്റൊരു അത്ഭുതം, അദ്ദേഹം കയ്യെത്തും ദൂരത്തും അല്ല, അതിനും എത്രയോ അപ്പുറത്താണ് ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. തൊടുന്നത് മൊത്തം പൊന്നാണ്. ആ രീതിയിലാണ് പുള്ളി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പോഴും സ്വന്തം ആരാധകരിൽ നിന്ന് പോലും ഒരു വലിയ വിഭാഗം ആളുകൾ ലാലേട്ടനെ ചവിട്ടിത്താത്താൻ ശ്രമിക്കുന്നുണ്ട്. വാലിബൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോഴും 60% ആളുകൾ അത് വലിയൊരു ഫ്ലോപ്പ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. തിയേറ്ററിലും വലിയ കളക്ഷനും കാര്യങ്ങളും നേടിയിട്ടില്ല. OTT ഇറങ്ങിയപ്പോഴും സംഗതി അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ബാക്കി വരുന്ന ഒരു 40% ആളുകളുണ്ട്. ആ 40%ത്തിലാണ് ഞാനുള്ളത്. അവർ ആ സിനിമയെ വളരെയധികം ഇഷ്ടപ്പെടുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, സിനിമ എന്തും ആയിക്കൊള്ളട്ടെ, അത് ഏത് രീതിയിലും പോയിക്കൊള്ളട്ടെ, പക്ഷെ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു അത്ഭുതം, ആ കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിരിക്കുന്നത്, പ്രേക്ഷകന് മുമ്പിലേക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നത്, അത് ഭയങ്കര സംഭവം. നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. അതായത് അങ്ങേരിലെ ആ ഒരു അഭിനേതാവ് ഇപ്പോഴും സ്ട്രോങ് ആണ്, ഡബിൾ സ്ട്രോങ് ആണ്, അത് കംപ്ലീറ്റ് ആണ് എന്ന് പറയുന്നതാണ് ശരി. അപ്പോഴാണ് ബേക്കൻ റീൽസിൽ ആ ചാനലിൽ 2 ദിവസം മുമ്പ് വന്നിട്ടുള്ള വാലിബൻ പ്രദർശിപ്പിക്കുന്ന അഭിനയ കല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കാണേണ്ടതായത്. ഞാൻ ഫുള്ള് കണ്ടിട്ടില്ല, പക്ഷെ കുറച്ച് ഭാഗം കണ്ടിരുന്നു. അപ്പോഴത്തേനും എനിക്കിത് കറക്റ്റ് ആണ് തോന്നി. അപ്പൊ ഞാൻ റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചാണ്. എനിവേ, മോഹൻലാൽ എന്ന അഭിനയ സിംഹം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 4 മിനിറ്റ് 2 സെക്കൻഡിലെ വീഡിയോ ആണ്. കണ്ടോക്കാം അല്ലെ? റെഡി. ഞാനൊരു മെഗാ ലാലേട്ടൻ ഫാനാണ്. കൊതിക്കുകയാണ് ഒരു ദിവസം ഒരു പെർഫോമൻസും ഒരു സിനിമയും കണ്ടിട്ട് എന്റെ പൊന്നു ബ്രോ ലാലേട്ടൻ പൊളിച്ചടിക്കി കൊതിയാവുകയാണ്. സത്യം പറയല, കൊതിയാവും. വരാനിരിക്കുന്നു അത്രയോ പടം. സ്ക്രിപ്റ്റ് സന്ദീപ് ദാസ്. മലൈക്കോട്ടെ വാലിബനിലെ മോഹൻലാലിന്റെ ഡയലോഗ് ഡെലിവറി അപാരമാണ്. അങ്ങേയറ്റം ബോറായി പോകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരുപിടി സംഭാഷണങ്ങളെ എത്ര അനായാസമായിട്ടാണ് ആ വലിയ നടൻ മെരുക്കിയെടുത്തത്. ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന ഫിലിം മേക്കർ ഒരു മായാപ്രപഞ്ചമാണ് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക് നാടകീയമായും അരോചകമായും അനുഭവപ്പെട്ടേക്കാവുന്ന നിരവധി സംഭാഷണങ്ങളാൽ സമ്പന്നമാണ് വാലിബൻ എന്ന സിനിമ. പക്ഷേ മോഹൻലാൽ അവയ്ക്ക് മനോഹരമായ അർത്ഥതലങ്ങളും ഉച്ചാരണവും നൽകി. കുട്ടിക്കാലത്ത് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഭഗൻ എന്ന രാക്ഷസനെ വധിച്ച ഭീമന്റെ വീരഗാഥ. ബലിഷ്ഠനായ ഭഗൻ, കിൻഡൽ കണക്കിന് ഭാരമുള്ള ഭീമന്റെ ഇടികൾ. എന്റെ ഭാവനയിൽ ഭീമന്റെ കാളവണ്ടിക്ക് പോലും വ്യക്തമായ രൂപമുണ്ടായിരുന്നു. അങ്ങനെ ഒരു മുത്തശ്ശി കഥ കേൾക്കാൻ ഇപ്പോഴും എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് തന്നെ വാലിബനെയും അയാളുടെ മല്ലയുദ്ധങ്ങളെയും ഞാൻ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ്. മരണത്തിന് തൊട്ടു മുൻപ് പോലും നെടുന്തൂണുകളെ കടപുഴക്കിയ ബൈബിളിലെ സാംസന്റെ കഥ നിങ്ങൾ വായിച്ചിട്ടില്ലേ? വാലിലെ തീ കൊണ്ട് ലങ്കാനഗരം ചുട്ടുകരിച്ച ഹനുമാനെ നാം ബാല്യത്തിൽ വല്ലാതെ ആരാധിച്ചിട്ടില്ലേ? ജന്മസിദ്ധമായ കവചകുണ്ടലങ്ങൾ ദേവേന്ദ്രന് ദാനം ചെയ്ത കർണനോട് നമുക്ക് സ്നേഹം തോന്നിയിട്ടില്ലേ? റോമിലെ കൊളോസിയത്തിൽ വെച്ച് മൃഗങ്ങളോട് പോരടിച്ച ഗ്ലാഡിയേറ്റർമാരുടെ കഥകൾ നാം കേട്ടിട്ടില്ലേ? വാലിബനിൽ ഞാൻ ഹനുമാനെ കണ്ടു, കർണനെ കണ്ടു, സാംസനെയും ഗ്ലാഡിയേറ്ററെയും കണ്ടു. അമർ ചിത്രകഥകളെ വെല്ലുന്ന തരത്തിലുള്ള ഫ്രെയിമുകൾ കണ്ടു. മല്ലന്റെ ശരീരത്തിലേക്ക് മോഹൻലാൽ പരിപൂർണമായും പരകായ പ്രവേശം നടത്തിയിട്ടുണ്ട്. വാലിബൻ ഒരു മലകീറി പൊളിച്ചാലും പ്രേക്ഷകന് അത് വിശ്വസനീയമായി തോന്നും. ലാൽ എന്ന അഭിനേതാവിന്റെ ഔന്നിത്യം അവിടെയാണ് വെളിപ്പെടുന്നത്. മോഹൻലാലിന്റെ ദേവദൂതൻ എന്ന ചലച്ചിത്രം തിയേറ്ററുകളിൽ തകർന്നു വീണിരുന്നു. സംവിധായകനായ സിബി മലയിൽ സിനിമാ കരിയർ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക വരെ ചെയ്തു. കാലം കടന്നുപോയപ്പോൾ ദേവദൂതൻ ക്ലാസിക്കായി മാറി. ഒരുപക്ഷെ വാലിബന്റെ വിധിയും അതുതന്നെയാവാം. ഇപ്പോൾ എനിക്കൊരു അതിമോഹമുണ്ട്. MT വാസുദേവൻ നായരുടെ 2ാം ഊഴം എന്ന നോവലിലെ ഭീമനായി മോഹൻലാൽ സ്ക്രീനിൽ അവതരിക്കണം. 2ാം ഊഴത്തിൽ MT കർണന്റെ മരണം വിവരിക്കുന്നുണ്ട്. അർജുനന്റെ ബാണമേറ്റ് മരിച്ചു വീണ കർണൻ പഞ്ചപാണ്ഡവരുടെ ജ്യേഷ്ഠ സഹോദരനായിരുന്നുവെന്ന് പിൽക്കാലത്ത് എല്ലാവർക്കും മനസ്സിലാകുന്നു. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ബലിയിടുന്ന സമയത്ത് ഒരു കൈക്കുടന്ന വെള്ളം കർണന് നൽകണമെന്ന് കുന്തി പാണ്ഡവരോട് പറയുന്നു.
ഭീമൻ ആ സമയത്ത് തല ഉയർത്തുന്നില്ല. അയാളുടെ മനസ്സ് വേദനയാൽ നീറുകയായിരുന്നു. ഭീമൻ ഉള്ളിൽ പറയുന്നുണ്ട്, കർണൻ അർജുനനെ കൊല്ലുമെന്ന് പ്രതിജ്ഞ ചെയ്തു. അതിനുവേണ്ടി വേൽ കരുതി വെച്ചു. സത്യത്തിൽ അതെല്ലാം എന്റെ നേർക്കാണ് വരേണ്ടിയിരുന്നത്. കർണനെ ഏറ്റവും കൂടുതൽ നാണം കെടുത്തിയിട്ടുള്ളത് ഞാനാണ്. അപ്രകാരം കർണനെ സ്മരിക്കുന്ന MTയുടെ ഭീമനെ എനിക്ക് കാണണം. ജ്യേഷ്ഠനെ കൊല്ലാൻ കൂട്ടുനിന്ന അനുജന്റെ വേദന. ആ രംഗം അവിസ്മരണീയമാക്കാൻ മോഹൻലാലിന് സംഭാഷണങ്ങൾ വേണ്ടിവരില്ല. സ്വന്തം കണ്ണുകൾ മാത്രം മതിയാകും. റൊമാൻറ്റിഫിക്കേഷൻ ഈ ക്യാരക്ടറൊക്കെ എനിക്ക് കൊല്ലോ. But he was amazing in this movie. Loved it. ആക്ഷൻ ആണെങ്കിലും പുള്ളിയുടെ ചിരിയാണെങ്കിലും പുള്ളിയുടെ സട്ടിലായിട്ടുള്ള കണ്ണുകളിലുള്ള കണ്ണ് നനയുന്ന സീനുകളാണെങ്കിലും അമേസിങ് ആൻഡ് സോ ഹാപ്പി ടു സീ ലാലേട്ടൻ ഇത് വാലിബനെ കുറിച്ച് പറഞ്ഞല്ലേ ഇൻ എ മൂവി വേർ ഐ കൻ സേ ദാറ്റ് അത് ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു എന്ന് പറയാൻ പറ്റിയ ഒരു സാധനത്തിൽ അഭിനയിച്ചത്. വാലിബൻ എന്നുള്ള അവിടെ നിൽക്കട്ടെ. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി ശരിക്കും പറയേണ്ടത് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു അഭിനേതാവിനെ തന്നെയാണ്. കാരണം ഇതിന്റെ ഇടയിൽ കുറച്ച് സാധനങ്ങൾ വന്നു പോയല്ലോ. അതിൽ എനിക്കത് കറക്റ്റ് പേര് ഓർമ്മയില്ല. ആ ഒരു കഥകളി പോലെ ആ സംഭവം കഥകളി തന്നെയല്ല അത്. ആ അവസാനം ശ്വാസം നിലയ്ക്കുന്ന ഒരുപാട് ആളുകൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അതായത് ആ മൂക്കുത്തി പോലും നിന്നുപോയി എന്നുള്ളതാണ്. ശ്വാസം നിലച്ചത് അവസാനം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് വീഴുക ചെയ്യുക. ആ ഒരു പെർഫോമൻസ് ഒക്കെ അതല്ലാണ്ട് എനിക്ക് ഇതിലൊന്നും പേര് ഓർമ്മ കിട്ടാത്തതാണ്. എല്ലാ സിനിമകളും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ കണ്ട സിനിമകളാണ്. അതായത് ആ ഭ്രാന്ത് പോലെ അഭിനയിക്കുന്ന ഒരു സിനിമ ഉണ്ടല്ലോ. ആ സിനിമയുടെ പേരെന്താണ്? നമ്മുടെ അനിയത്തിന് അത്രയും ചേട്ടച്ചൻ. അത് പറഞ്ഞ എല്ലാവർക്കും അറിയില്ല. ചേട്ടച്ചൻ ആ ക്യാരക്ടറൊക്കെ എന്ത് കിഡിലൻ ക്യാരക്ടറാണ്. വേറൊരാൾക്ക് അത് ചെയ്യാൻ കഴിയുമോ സംശയമുള്ള രീതിയിൽ ആ ഏജിൽ ആ കാലത്ത് അദ്ദേഹം അഭിനയിച്ചപ്പോ കണ്ണറിയാത്ത ആളുകളില്ല. ചേട്ടച്ചന്റെ ആ ഫീൽ കാണുന്ന ഓരോ പ്രേക്ഷകനും അത് അനിയത്തി അല്ലല്ലോ ശരിക്കും ആ മോളുടെ ക്യാരക്ടർ ഇതിൽ അവർ പറയുന്നുണ്ടല്ലോ, ചേട്ടച്ചനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, ചേട്ടച്ചന്റെ ഇഷ്ടത്തിന് മാത്രമേ. ഇതൊക്കെ പറയുമ്പോൾ പുള്ളിക്ക് വരുന്ന ഇമോഷൻസ് ഉണ്ട്. പുള്ളി അവിടെ സങ്കടത്തോടെ ഡയലോഗ് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന സീനുണ്ട്. അത് കഴിഞ്ഞ് ആ വടിയും കൊണ്ട് ഇങ്ങനെ വരട്ടെ ഞാൻ നല്ല അടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുന്നതൊക്കെ അതൊക്കെ ഭയങ്കര ഓർമ്മകളാണ്. അത്തരത്തിൽ വലിയൊരു പെർഫോമറാണ് ലാലേട്ടൻ. അതല്ലാതെ വരികയാണെങ്കിലും കുറേ സിനിമകൾ അതിലൂടെ കടന്നുപോയി. പക്ഷെ പെട്ടെന്ന് എന്റെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് സംഭവം. അതുകൊണ്ട് അത് പറഞ്ഞത്. അങ്ങനെ എത്രയോ സിനിമകൾ ലാലേട്ടൻ ചെയ്തു വെച്ചിട്ടുള്ള എത്രയോ സിനിമകൾ അന്ന് ചെയ്തിട്ടുള്ള പലപ്പോഴും ആളുകൾ പറയാറില്ലേ പണ്ടത്തെ ലാലേട്ടൻ ഒന്ന് കാണാൻ ആഗ്രഹിക്കും. എന്തിനാണ്? കാരണം പണ്ടുള്ള ലാലേട്ടന്റെ ആ കഴിവുകളെല്ലാം ഇപ്പോഴും പുള്ളിക്കാരന്റെ ഉള്ളിലുണ്ട്. കുറച്ച് സിനിമകൾ ഫ്ലോപ്പ് ആയിപ്പോയി, ശരിയാണ്. ഒരു പക്ഷെ ചൂസ് ചെയ്തതിൽ മാറ്റം വന്നേക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പരിധി വരെ അത് ആരൊക്കെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എന്റെ അഭിപ്രായം ഞാൻ പറയുന്നുള്ളൂ, പരിധി വരെ ഒരു കാരണം ലാലേട്ടന്റെ ആരാധകർ തന്നെയാണ്. ഹാർഡ് കോർ ആരാധകർ തന്നെയാണ് പ്രശ്നം. കാരണം ഇവിടെ ഞാൻ എല്ലാരെയും പറയുന്നില്ല കേട്ടോ. ഒരു വിഭാഗത്തിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താം, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തേണ്ടവരെ കുറ്റപ്പെടുത്താം. പക്ഷെ അതൊരു സത്യമാണ്. കാരണം എനിക്ക് അങ്ങനത്തെ എല്ലാ ആളുകളെ അറിയാം. ലാലേട്ടന്റെ ഒരു പടം എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഭയങ്കര സ്റ്റാർഡുള്ള മടക്കി കുത്തി, തുണിയൊക്കെ മടക്കി കുത്തി, മീശ പിരിച്ച് നല്ല ഡയലോഗ് പറഞ്ഞ്, അതല്ല. അതിനപ്പുറത്തേക്ക് പുള്ളിക്ക് ചെയ്യാനുള്ള കാലിബർ ഉണ്ട്. അപ്പുറത്തേക്ക് എത്രയോ അപ്പുറത്തേക്കുള്ള ഒരു സിനിമയാണ് വാലിബൻ. പക്ഷെ അങ്ങനെയുള്ള സിനിമ വരുമ്പോൾ ബാക്കിയുള്ളവരെ അംഗീകരിക്കുന്നില്ല. എസ്പെഷ്യലി പുള്ളിക്കാരന്റെ ആരാധകർ അത് അംഗീകരിക്കുന്നില്ല. സോ അപ്പൊ തന്നെ സിനിമ കയ്യിൽ നിന്ന് പോവില്ലേ? കാരണം ആരാധകർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വിഭാഗം ആളുകളല്ല. മലയാള സിനിമാ പ്രേമികളിലെ ഒരു വലിയ വിഭാഗം ആളുകളാണ്. മമ്മൂക്കയുടെ ലാലേട്ടന്റെ ആരാധകർ എടുത്താൽ, മലയാള സിനിമയുടെ മുഴുവൻ ആരാധകർ എടുത്താലും അതിന്റെ 50% എബോവ് വരും, ഇല്ലേ? അപ്പോ അതാണ് അത് അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മമ്മൂക്കേൻ്റെ അങ്ങനെയല്ല. മമ്മൂക്കിനി എന്ത് ചെയ്താലും ആളുകൾ ആ മൈൻഡ് അങ്ങനെ ആയിപ്പോയി. മമ്മൂട്ടി ഇനി ഏത് ക്യാരക്ടർ ചെയ്താലും അത് എത്ര പരീക്ഷണ ചിത്രമാണെങ്കിലും മമ്മൂക്കയല്ലേ അത് അങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് അദ്ദേഹത്തിന്റെ ആരാധകർ പോലും വന്നു കഴിഞ്ഞു. ആ ഒരു മാറ്റം ലാലേട്ടനും വരും. ഇനിയിപ്പോ ആ മാറ്റം നിങ്ങൾ വരുത്താൻ തയ്യാറല്ലെങ്കിൽ പിടിച്ചിടാനുള്ള സാധനം ലാലേട്ടന്റെ കയ്യിലുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതിൽ ഏറ്റവും വലിയ സിനിമയാണ് എമ്പുരാൻ, റാം, പിന്നെ ബാറോസ് എന്തായിരുന്നു കണ്ടറിയണം. പക്ഷെ അതല്ലാണ്ട് വരാനിരിക്കുന്ന കുറേ സിനിമകൾ, അതിൽ റംബാൻ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. അത് വലിയ സിനിമയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷെ നമുക്ക് അതിന് കൂടുതൽ അപ്ഡേറ്റ് ഒന്നും കിട്ടാത്തതുകൊണ്ട് വെറുതെ ഓരോന്ന് ഇപ്പൊ പറയുന്നില്ല. സോ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ
അങ്ങനെ ഒരു പിടി സിനിമകൾ ലാലേട്ടന് വരാനുണ്ട്. പിന്നെ ഞാൻ ലാലേട്ടനിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത, അത് നിങ്ങൾ തന്നെ നോക്കിയറിയാം, കളക്ഷൻ റെക്കോർഡ്സ് എടുത്തു കഴിഞ്ഞാൽ അത്രയും വലിയ റെക്കോർഡ്സ് ലാലേട്ടന്റെ പേരിൽ കിടക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എത്ര ഫ്ലോപ്പുകൾ ഉണ്ടെങ്കിലും ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഒരു പടം മതി, ഒരൊറ്റ പടം മതി പുള്ളിക്കാരന് തിരിച്ചു വരാൻ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ജയിലറിലെ ആ ചെറിയ കുഞ്ഞി ക്യാരക്ടർ. സോ അങ്ങനെയുള്ള സിനിമകളാണ് വരാനുള്ളത്. അതുകൊണ്ട് ഈ ചവിട്ടി താത്തുമ്പോ കുറ്റം പറയുമ്പോ ആരെയാണ് പറയുന്നതെന്ന് ഓർത്തു വെച്ചാൽ പിന്നീടുള്ള ട്രോളുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസരമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ